എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയ കാലം മുതലുള്ള ഒരു കല്യാണ മീൻകറിയാണ്. ഈ ഒരു കറിയെ കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി തന്നെയാണ്. ഇത് ഒരുപാട് ചാറൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല കുറുകി വെക്കുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു 4-5 ദിവസം വരെ കേടാകാതെ എടുത്തു വെക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കല്യാണ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം ഈ ഒരു കല്യാണ മീൻകറിയെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് 1/2 കിലോ മീനിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോ മീൻ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ഒരു 3 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വലിയ പുളിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ പുളി ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു കുടംപുളി നന്നായിട്ട് ഞാൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ ഒരു പുളിയിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ, അതായത് 250 ml കപ്പിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം എടുത്തിരിക്കുന്നത്. സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ വെള്ളം അളന്നിട്ട് എടുത്താലും മതി. ഇതുപോലെ നല്ല തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പുളി കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂറോളം വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു 16 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നന്നായിട്ട് ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു കുടംപുളിയെ ആ ഒരു ചൂടുവെള്ളത്തിൽ നല്ലപോലെ തന്നെ കുതിർത്തി എടുത്തതിന് ശേഷമാണ് നമ്മൾ മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ മീൻകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മീൻകറി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുവും ഉലുവയെല്ലാം ഇട്ട് കൊടുത്ത് കടുകൊക്കെ നല്ല പോലെ തന്നെ പൊട്ടി വരുന്ന ഈ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 3 പച്ചമുളക് കീറിയതാണ് കേട്ടോ. അപ്പോൾ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 8-9 ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു ചെറിയ ഉള്ളി ആണെങ്കിലും പച്ചമുളകും എല്ലാം ഇതിൽ കിടന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയിട്ടെടുക്കണം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ആയി വന്നതിന് ശേഷമാണ് ഇനി നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മീൻകറിയിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ മാത്രമേ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ തക്കാളി ഇതിലേക്ക് ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മീൻകറിക്ക് നല്ലൊരു കളറും കൂടെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന സമയത്ത് അറിയാമല്ലോ, നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ പപ്പാതി അളവിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു 2 നുള്ള ഉലുവാപ്പൊടിയാണ്. ഉലുവയുടെ പൊടി കൂടി പോകരുത്. ഒരു 2 നുള്ള ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു മുളക് പൊടിയുടെ എരിവനുസരിച്ച് വേണം രണ്ടാമത് ഇതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പൊടികളെല്ലാം ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി അതിൻ്റെ ഒരു പച്ച ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു പുളിവെള്ളമാണ് കേട്ടോ. നമ്മളൊരു 1/2 മണിക്കൂറോളം നല്ല ചൂട് വെള്ളത്തിലിട്ട് ഈ ഒരു പുളി ഒന്ന് കുതിർത്തി എടുത്തിരിക്കുന്ന ഈ ഒരു വെള്ളമാണ്. ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഈ ഒരു പുളി എടുത്തൊന്ന് മാറ്റാം. ഈ ഒരു പുളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പുളി ഇതുപോലെ എടുത്ത് മാറ്റിയതിന് ശേഷം ആദ്യം നമ്മൾ ഈ ഒരു വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. ആദ്യം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഭാഗം പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഈ ഒരു മീൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കിലോ അളവിൽ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 കിലോയിലും കുറച്ചൊന്ന് കൂടുതലുണ്ട്. ഇതുപോലെ ക്ലീൻ ചെയ്ത് ഞാനൊന്ന് തൂക്കി നോക്കിയപ്പോഴത്തേക്കും 600 ഗ്രാം അളവിൽ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു കല്യാണ മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കഷ്ണം മീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ കഷ്ണം മീൻ ഏത് മീൻ വേണമെങ്കിലും എടുക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചൂരമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു മീനിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാലയില്ലേ അതൊരു 2 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഈ ഒരു മസാല നല്ല പോലെ തന്നെ ഈ ഒരു മീനിലൊന്ന് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു മസാല നല്ല പോലെ തന്നെ ഞാൻ ആ ഒരു മീനിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മീൻ കഷ്ണങ്ങൾ നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ചട്ടി നമ്മൾ വെച്ചിരിക്കുന്നത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഈ ഒരു പുളിവെള്ളം ഇല്ലേ ഈ ഒരു പുളിവെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മുഴുവൻ പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ഗ്രേവിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ. ഇളക്കി കൊടുത്ത് ഇതുപോലെ നിന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ വേറൊരു ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവിയെ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് ഈ ഒരു ചട്ടി തന്നെ കഴുകിയിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് നല്ല പോലെ തന്നെ വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ്. ഈ ഒരു മീൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പോലെ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടാണ് ഈ ഒരു മീൻ കറി വെക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മീൻ കറിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഈ ഒരു കറിവേപ്പിലയുടെ മുകളിലായിട്ടാണ് നമ്മൾ കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കുടംപുളിയില്ലേ ആ ഒരു കുടംപുളി 3 ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു മീൻ കഷ്ണങ്ങൾ അതിൻ്റെ പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീൻ കഷ്ണങ്ങൾ പകുതി ഞാൻ ഇതിൽ നിന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീൻ കഷ്ണങ്ങളിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മുളകിൻ്റെ ഒരു ഗ്രേവി ഇല്ലേ ആ ഒരു ഗ്രേവി നമുക്ക് ഇതിലൊന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മീൻ കഷ്ണങ്ങൾ നമുക്ക് മുഴുവനും വെച്ച് കൊടുക്കാം. ഇങ്ങനെ 2 ലെയറായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗ്രേവി ഇല്ലേ ഈ ഒരു ഗ്രേവി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുക. അപ്പോൾ അത് മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ്. ഇതിലേക്ക് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കല്യാണ മീൻ കറി എന്ന് പറയുന്നത് അധികം ചാറില്ലാതെ അത്യാവശ്യം നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതിലും കുറച്ചൊന്ന് ചാറൊന്ന് കൂട്ടിയാണ് കേട്ടോ വെക്കുന്നത്. ഒരുപാട് ചാറല്ല, കുറച്ചൊന്ന് കൂട്ടി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ചൂട് വെള്ളം തന്നെ ഒരു 3/4 കപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ചട്ടി എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 നുള്ളളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലവർ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കും, ചിലവർ അല്ലാതെയും വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് നല്ല കൂടത്ത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ടേസ്റ്റിനൊരു കുറവ് വരത്തില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഒരു 2 നുള്ള കായത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. നല്ല പോലെ തന്നെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം മീൻ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നിന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ ഇതുപോലെ ഒരു മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രം നമ്മൾ കുക്ക് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ ഒരു 8-9 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മീൻ കറി ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് എടുത്ത് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ആവശ്യമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതുപോലെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഓയിലൊക്കെ നല്ല പോലെ തന്നെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടും.
ഏത് മീൻ കറി വെച്ചാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ അത് സെർവ് ചെയ്താൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ആ ഒരു എരിവും പുളിയെല്ലാം ആ ഒരു മീനിൽ നന്നായിട്ട് പിടിക്കാനുള്ളൊരു സമയം കൊടുത്ത് കുറച്ച് സമയം നമ്മൾ വെച്ചിട്ട് ഇത് സെർവ് ചെയ്താൽ മാത്രമേ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു കല്യാണ മീൻ കറിയൊക്കെ ആണെങ്കിലും നമ്മൾ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇരിക്കും തോറും ഈ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഒരു 4-5 ദിവസം വരെയൊക്കെ നമുക്ക് എടുത്ത് വെക്കാനും പറ്റും കേടാകാതെ. ഈ ഒരു മീൻ കറി ഇപ്പം കുറച്ച് ചാറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും വീണ്ടും ഇതൊന്ന് കുറുകി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ല കിഡിലൻ രുചിയുള്ള ഈ ഒരു കല്യാണ മീൻ കറിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നല്ല കപ്പയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.